ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. ഞാൻ മേഴ്സി എഡ്വിൻ. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിലുള്ളൊരു ബീഫ് കറിയാണ്. പെട്ടെന്ന് കുക്കറിൽ തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടുന്ന ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടാം. അപ്പോൾ ഇതിൽ ഞാൻ 2 വലിയ സവാള എടുത്തു. സവാള കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രേവിയിൽ കുറേ മാറ്റം വരും. കുറേ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും സവാള കൂടുതലിടുമ്പോൾ. ഇതിൽ വേണമെങ്കിൽ സവാളയും ചെറിയ ഉള്ളിയും വേണമെങ്കിലും അങ്ങനെ ഇടാം. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ട് വലിയ സവാള, ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. അറിയാമല്ലോ, സവാളയ്ക്കകത്ത് കുറച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ച് പെട്ടെന്ന് വെന്ത് വരും. നമുക്ക് ആ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് ഒരു കളറ് ചേഞ്ച് വരണം, എന്നാൽ ഒരുപാട് ബ്രൗണും ആവണ്ട. എന്ത് കളർ ചേഞ്ച്. ഇത് ഞാനിപ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ഇടാണ്. ഈ സമയത്ത് ഇതും കൂടെ ഇട്ട് ഒപ്പം തന്നെ കറിവേപ്പിലാണ്. ഞങ്ങൾക്ക് 3 കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുന്നതിൻ്റെ കൂടെ കറിവേപ്പില കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പ്രത്യേകിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വഴണ്ട് വന്നപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിനകത്ത് തക്കാളി ഇപ്പോൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും കൂടും. പച്ചമുളക് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു വലിയ തക്കാളി. അപ്പോൾ അതും കൂടി ഇതിനകത്തിട്ട് നല്ലതുപോലെ എണ്ണ കുറഞ്ഞ് വരുന്നെങ്കിൽ എണ്ണ ഇച്ചിരി ഒഴിക്കണം. തെളിഞ്ഞ് വരുന്ന എണ്ണ മാറ്റിയാൽ മതി. ഇപ്പോൾ നല്ലതുപോലെ വഴണ്ട് തക്കാളിയൊക്കെ ഒരു ഇതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒപ്പം തന്നെ മല്ലിയും കൂടെ അതിനകത്തിട്ട് വഴറ്റണം. 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത്. ഇപ്പോഴേക്ക് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടിയാണ് ചേർക്കുന്നത്. മൂന്ന് ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത്. നമുക്ക് പോരെങ്കിൽ അവസാനം ഇറച്ചിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കണം മുളക് പൊടി കുറവാണോ മല്ലിപ്പൊടി കുറവാണോ. അപ്പോൾ അത് കുറച്ചും കൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നല്ല വഴറ്റി കൊടുക്കും. 1 ടീസ്പൂണിനകത്ത് കുരുമുളക് പൊടി, 1 ടീസ്പൂണിനകത്ത് 1/2 ടീസ്പൂണാണ്. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ. അപ്പോൾ ഈ കറിക്ക് കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇതിൻ്റെ ഒരു ടെക്സ്ചറുണ്ട്. അപ്പോൾ ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആകാനായിട്ട് നമ്മൾ കുറച്ചും കൂടി ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ചിക്കൻ ട്യൂബ്സിൻ്റെ ചെറിയൊരു 1/4 ഭാഗം അതിടുക. അപ്പോൾ നല്ലതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വഴറ്റിയിരിക്കണം. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വഴറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കുന്ന കറിക്ക് ഒരുപാട് ടേസ്റ്റാണ് കിട്ടുന്നത്. കറിയുടെ ടെക്സ്ചറുണ്ട്. 150 ഗ്രാം ബീഫാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നത്. ബീഫ് കറിയാണ് ഞാൻ വയ്ക്കുന്നത്. റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വറ്റിച്ചെടുത്താൽ മതി. ഒരു നുള്ളു ഏലക്കാപ്പൊടിയാണ്. പിന്നെ മല്ലിയില കുറച്ച് കൂടുതലിടാം. അതിൻ്റെ സ്റ്റെമ്പും ഒക്കെ എടുത്തിടാവുന്നതുണ്ട്. നമ്മൾ കറിവേപ്പില ആദ്യം ഇട്ടിട്ടുണ്ട്. ഈ മല്ലിയൊക്കെ കൊണ്ട് ഇനി ആവശ്യത്തിന് അവസാനം ഉപ്പിട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇത് ഇവിടുത്തെ ബീഫൊക്കെ മേടിക്കുമ്പോൾ 7 വിസിലാണ് എടുക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ ബീഫ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇപ്പോൾ മറ്റേ ഗ്രേവിയുടെയാണ്. ഇത് അടച്ച് വെച്ച് നമുക്ക് 7 വിസിൽ. അപ്പോൾ കുക്കറിൽ വെച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും